എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 107-ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അനു വിചാരിച്ചത് തൻ്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ അറിഞ്ഞാൽ സാർ പിന്മാറിക്കൊള്ളും എന്നാണ്. അതിനാണല്ലോ സാധ്യത മുഴുവനും. അതുകൊണ്ട് അവളെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കഴിയുന്നത്ര കുറഞ്ഞ വാക്കുകളിൽ അർജുൻ സാറിനോട് പറഞ്ഞു. ചെറിയ ഒരു ചിരിയോടുകൂടി വിവരങ്ങളെല്ലാം കേട്ടിരുന്ന അർജുൻ അനു പറഞ്ഞു മതിയാക്കി കഴിഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു. ആ വിവരങ്ങളെല്ലാം എനിക്ക് നന്നായി അറിയാം. അനുവിൻ്റെ ഭാഗത്തെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതൊന്നുമല്ലല്ലോ. അങ്ങനെയൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതല്ലേ. മാത്രവുമല്ല, ഈ വിവരങ്ങളെല്ലാം ഞാൻ ശരിക്കും അറിഞ്ഞത് തന്നെയാണോ എന്ന് സംശയമുണ്ടോ? എന്നാൽ സംശയിക്കേണ്ട. എൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ് നിങ്ങളുടെ കോൺവെൻറ്റിലെ മദർ. കുഞ്ഞമ്മയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ ആലോചന. പക്ഷേ നേരിട്ട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം ആലോചിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കുഞ്ഞമ്മ ആലോചിക്കാതെ ഇപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചത്. അനു ആകെ വിഷമസന്ധിയിലായി. അവൾ പ്രതീക്ഷിച്ചത് വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും സാർ തനിയെ പിൻവാങ്ങിക്കൊള്ളും എന്നാണല്ലോ. അപ്പോൾ മദറും ഇവരെല്ലാം കൂടി നേരത്തെ തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത പദ്ധതിയാണെന്ന് വേണം വിചാരിക്കാൻ. സത്യത്തിൽ മദറിനറിയാമായിരുന്നതല്ലേ താനും കിച്ചുവും തമ്മിലുള്ള സ്നേഹബന്ധം. എന്നിട്ടും മദർ ഇതിന് സപ്പോർട്ട് ചെയ്തത് കുറച്ച് കടുങ്കയായിപ്പോയി. അനുവിന് മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അതായത് ആരോടെങ്കിലും വാക്ക് പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? കുഞ്ഞമ്മ പറഞ്ഞതിൻ പ്രകാരമാണെങ്കിൽ അതിനൊന്നുമുള്ള സാധ്യതയില്ലെന്നാണ്. എന്നാലും അവരവരുടെ കാര്യം അവരവർക്ക് മാത്രമല്ലേ ശരിക്കും അറിയൂ. ഇത്രയും കാലമായിട്ടും ഒരാളോടും ഇഷ്ടം പോലും തോന്നിയിട്ടില്ലാത്ത ഒരു കുട്ടിയെ കാണുക എന്ന് പറയുന്നത് സാധ്യത വളരെ കുറവുള്ള കാര്യമാണ്. പെട്ടെന്ന് അനുവിന് തോന്നിയ ബുദ്ധി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും പറയാതിരിക്കുക എന്നാണ്. എന്നിട്ട് കിച്ചുവിനെ കണ്ട് അവനോടുകൂടി ആലോചിക്കാം. എന്നിട്ട് ഏത് രീതിയിൽ മറുപടി പറയണം എന്ന് തീരുമാനിക്കാം എന്നാണ്. അല്ലെങ്കിലും സാറിനോട് കാര്യം പറയുന്നതിനേക്കാളും മദറിനോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മദറിനോടാകുമ്പോൾ കുറച്ചുകൂടി അടുപ്പം തനിക്കുണ്ടല്ലോ. ഇതിപ്പോൾ തൻ്റെ മേലുദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തോട് പറയുമ്പോൾ തന്നെ ഒരു മടിയുണ്ട് താനും. ഞാൻ ഇക്കാര്യത്തിലുള്ള മറുപടി ഇപ്പോൾ തന്നെ പറയണമെന്നുണ്ടോ? അതോ ഞാൻ മദറിനോട് പറഞ്ഞാൽ മതിയാകുമോ? അനുശ്രീക്ക് ഏതാണോ ഉചിതം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അതിനൊന്നും ഞാൻ എതിരല്ല. മദറിനോട് പറഞ്ഞാലും മദർ എന്നോട് പറഞ്ഞ് ഞാൻ അറിയും. അതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഈ മാസം കോൺവെൻറ്റിൽ പോകുന്നുണ്ടാകുമല്ലോ. അപ്പോൾ കുഞ്ഞമ്മയെ കാണുകയും ചെയ്യാം. അന്നേരം ഈ വിവരത്തിന് മറുപടി പറയുകയും ചെയ്യാമല്ലോ. എനിക്ക് തിരക്കില്ല. അങ്ങനെ ചെയ്താൽ മതി. അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഒരു തരത്തിൽ പുറത്തിറങ്ങിയപ്പോഴേക്കും അനുവിന് വലിയ ആശ്വാസമായി. ഇഷ്ടമില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞുകൂടെ എന്ന് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ എങ്ങനെ പറയും? സാറിന് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമല്ല എന്ന് മാത്രം. കിച്ചുവിനോട് നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂടുതൽ ഒന്നും ആലോചിക്കാതെ സമ്മതിക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ പാവത്തിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നഷ്ടങ്ങൾ കുറേയേറെ സഹിച്ചവനാണ് അവൻ. താൻ മൂലം അവന് ഇനി നഷ്ടം വരാൻ പാടില്ല. താൻ എന്ന ഒരാൾക്ക് വേണ്ടി മാത്രം പലതും ഒഴിവാക്കി അവൻ നിൽക്കുന്നതാണ്. ഒരുമിച്ച് താമസിക്കാനുള്ള വീടിൻ്റെ രൂപരേഖ വരെ അവൻ തയ്യാറാക്കി കഴിഞ്ഞു. പുതിയ വീട് പണിയുകയാണോ വേണ്ടത്, അതോ
പണിതത് വാങ്ങുകയാണോ എന്ന് പോലും ചോദിച്ചു. അതും കല്യാണം കഴിയുന്നതിന് മുൻപ് തന്നെ. അവൻ്റെ വിചാരം എപ്പോൾ വേണമെങ്കിലും കോൺവെൻറ്റിൽ നിന്നും കല്യാണത്തിന് സമ്മതിക്കുമെന്നാണ്. എതിർപ്പിനുള്ള സാധ്യത ഒന്നും താനും കണ്ടിരുന്നില്ല. എന്നാൽ ഇനിയിപ്പോൾ മദറിൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉണ്ടാകാം. അവരുടെ സ്വന്തക്കാരന് വേണ്ടി ആലോചിച്ച സ്ഥിതിക്ക് എതിർപ്പ് ഏതാണ്ട് ഉറപ്പിക്കാം. മദറിൻ്റെ ഭാഗത്തു നിന്നും മാത്രമേ ഉള്ളൂ, അതോ മദറിൻ്റെ ശിങ്കിടികളായ ബാക്കിയുള്ളവരിൽ നിന്നും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. അധികാരമുള്ളവരുടെ പിന്നാലെ പോവുകയാണ് അവിടുത്തെ രീതി. തൻ്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലം ഉണ്ടായിട്ട് പോലും തന്നെ അവർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ജോലി കിട്ടി ശമ്പളം കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ തന്നോട് അല്പസ്വല്പം പരിഗണനയോടുകൂടി സംസാരിക്കും. അത്രയും കാലം സംസാരിച്ചിരുന്ന രീതി അറിയാവുന്നതുകൊണ്ട് ഈ വ്യത്യാസത്തിൻ്റെ കാരണം എന്തെന്നും തനിക്കറിയാം. എന്തു തന്നെയാണെങ്കിലും കിച്ചുവിനെ കാണേണ്ടത് അത്യാവശ്യമായിരുന്നു. അവൻ ജില്ലാ ആസ്ഥാനത്താണല്ലോ, അതുകൊണ്ട് അവനെ വിളിച്ച് വിവരം പറയാൻ എളുപ്പമാണ്. പക്ഷേ നേരിട്ട് കാണാൻ അത്രയൊന്നും എളുപ്പമല്ല. അനു അന്ന് തന്നെ കിച്ചുവിനെ വിളിച്ച് നേരിൽ കാണണം എന്ന് പറയുകയും ചെയ്തു. കാര്യം അവൻ ചോദിച്ചില്ല, എന്തെങ്കിലും കാണുമെന്ന് അവനറിയാം. ആ ശനിയാഴ്ച വൈകുന്നേരം കോതമംഗലത്തിന് വരാമെന്നും അവിടെ നിന്നും ഒരുമിച്ച് നിരത്തും തട്ടിലേക്ക് പോകാമെന്നും അവർ തീരുമാനിച്ചു. ശനിയാഴ്ച വൈകുന്നേരം കോതമംഗലത്തെത്തിയ കിച്ചുവിനോട് സംഭവങ്ങളെല്ലാം കൃത്യമായി അനു പറഞ്ഞു. അവനും ആകെ വിഷമമായി. കോൺവെൻറ്റിൽ നിന്നും മദർ അതിന് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞതാണ് അവനെ വിഷമത്തിലാക്കിയ കാര്യം. മദറിന് ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം അറിയാവുന്നതാണല്ലോ. എന്നിട്ടും മദർ ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാത്തത് തീരെ അപ്രതീക്ഷിതമായി പോയി. അവരുടെ സഹോദരപുത്രൻ്റെ കാര്യത്തിന് പിന്തുണ കൊടുക്കുന്നത് അല്പം വിഷമകരമായ കാര്യം തന്നെയാണ്. അത് കിച്ചുവിൻ്റെ കാഴ്ചപ്പാടാണ്. അനു നമ്മുടെ കാര്യം കോൺവെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ മദറിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ പെരുമാറണമെന്നും എന്ത് സംസാരിക്കണം എന്നും നേരത്തെ തന്നെ തീരുമാനിക്കണം. അനുവിന് അവർ പറയുന്നത് മുഴുവനായും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അങ്ങനെ നിനക്ക് വേണ്ടി ഒന്നും വെറുതെ ചെയ്തിട്ടുമില്ല. ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? വളരെ ചെറുപ്പത്തിൽ മുതലേ വേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായി അറിഞ്ഞു ചെയ്തത് അവരല്ലേ. മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് കൃത്യമായി വേണ്ടത് ചെയ്യാൻ കോൺവെൻറ്റിലുള്ളവരല്ലാതെ വേറെ ആരുമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം എന്നാണ് അനുവിൻ്റെ ആഗ്രഹം. അത് നടക്കുമോ എന്നത് മറ്റൊരു കാര്യം. നിന്റെ വല്യപ്പൻ തന്ന മുതലിൽ നിന്നും കിട്ടിയ ആദായം കൊണ്ട് മാത്രമേ അവർ നിനക്കെന്തെങ്കിലും ചെയ്തു തന്നിട്ടുള്ളൂ. എന്നാലും നിനക്ക് സംരക്ഷണം തന്നു എന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നല്ല കാര്യമാണ്. അതുകൊണ്ട് മാത്രം ജീവിതത്തിലെ നിർണായക തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമില്ലല്ലോ. നമ്മുടെ ജീവിതം സംബന്ധിച്ച തീരുമാനമെടുക്കാൻ നമുക്ക് അനുവാദമില്ല എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവരുടെ ഭാഗത്തു നിന്നും എതിർപ്പാണ് വരുന്നതെങ്കിൽ എന്നോട് എത്രയും വേഗം വിവരം പറയണം. നമുക്ക് അതിനും പരിഹാരമുണ്ടാക്കിയല്ലേ പറ്റൂ. ഇനി താൻ അപ്പോൾ തന്നെ വിവരം പറഞ്ഞാലും ഇവൻ എന്തു ചെയ്യാനാണ്? ഇവന് സ്വന്തമായി ഇപ്പോൾ വീടില്ല. വീടിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നാൽ തന്നെയും കൂട്ടിക്കൊണ്ട് ഇവൻ എങ്ങോട്ട് പോകാനാണ്? വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും. അത് അവർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. അവൻ തൻ്റെടിയാണ്, പാവമായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അവൻ്റെ തൻ്റെടം പല സാഹചര്യങ്ങളിലും താൻ കണ്ടിട്ടുള്ളതാണ്. അനു പാതി മനസ്സോടെ സമ്മതമറിയിച്ചു. എന്നിട്ടും അവളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. വിവരം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, പക്ഷേ എനിക്ക് പരിഹാരമായി ഒന്നും തോന്നുന്നില്ല. വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തേക്കണം. നീ പറയുന്നതനുസരിച്ചാണ് എന്നും ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇനിയും നഷ്ടം സഹിക്കാൻ വയ്യടാ. ഇവൾ വെറും ഒരു പാവമാണ്. ജോലിയിലെത്തിയിട്ട് പോലും
സ്വന്തമായ ഒരു തീരുമാനമോ ഒരു അവകാശബോധമോ ഒന്നുമില്ല. എല്ലായ്പ്പോഴും എന്ന പോലെ ഇപ്പോഴും താൻ പറയുന്നത് പോലെ തന്നെ ചെയ്യും എന്നാണല്ലോ പറയുന്നത്. എല്ലാ ദിവസവും കോൺവെൻറ്റിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷമുള്ള അനുവിൻ്റെ മുഖത്ത് ഇന്ന് അല്പം ആശങ്കയും വിഷമവുമൊക്കെയാണ്. അത്രയും കൂടി ആയപ്പോഴേക്കും സ്വതവേ വെളുത്തി ചുമന്ന മുഖം കുറച്ചുകൂടി ചുമന്നു. ആ മുഖം കണ്ടാൽ കിച്ചുവിന് അല്പം സങ്കടം തോന്നുന്നത് പോലെയുള്ള ഒരു ഭാവം. ഇപ്പോൾ കരയും എന്ന രീതിയിലാണത്. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി അവന് സംശയം തോന്നി. കിച്ചുവിനും ആകെ ആശങ്കയായി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു തീർച്ചയുമില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഒന്നും ഇതിനു മുൻപ് നേരിട്ടിട്ടുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു ലക്ഷ്യവും കിട്ടുന്നില്ല. ആരോട് ചോദിക്കണം എന്നും അറിയില്ല. ഒരു ധൈര്യത്തിന് വക്കച്ചൻ ചേട്ടനോട് തന്നെ അങ്ങ് ചോദിച്ചാൽ എന്താ? വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കാം. വീട്ടിൽ ചെന്നപ്പോൾ വക്കച്ചൻ ചേട്ടനും ചേട്ടത്തിയും കൂടി എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ആദ്യം അവന് സാധാരണ പോലെ അല്ല തോന്നിയത്. അവനെപ്പറ്റി തന്നെ ആയിരിക്കും അവർ പറയുന്നത് എന്നാണ് തോന്നിപ്പോയത്. അതുകൊണ്ടവൻ ആ രീതിയിൽ തന്നെയാണ് അങ്ങോട്ട് പ്രതികരിച്ചത്. രണ്ടുപേരും കൂടി എന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. എന്നെ കാണുന്ന അത്രയും നേരവും ഇല്ലാഞ്ഞ ചിരി പെട്ടെന്നുണ്ടാകാൻ കാരണം എന്നതാ? ശേടാ, ഇത് കൊള്ളാലോ. ഞങ്ങൾ കെട്ടിയോനും കെട്ടിയോളും കൂടി എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിച്ചതിന് നിന്നെ കളിയാക്കിയതാണെന്ന് നീ വിചാരിച്ചത് എന്താടാ കൊച്ചേ? നിന്നെ ഞങ്ങൾ കളിയാക്കുമോ? അതിനുള്ള കാരണം എന്തെങ്കിലും നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണോ നീ ഞങ്ങളെപ്പറ്റി വിചാരിക്കുന്നത്? എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖഭാവം ആകെ മാറിയിരിക്കുന്നല്ലോ. എന്താടാ പ്രശ്നം? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല എന്ന് പറയാനാണ് അവന് തോന്നിയത്. യാഥാർത്ഥ്യം അങ്ങനെയല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ദീനാമ്മച്ചേടത്തിയുടെ അടുത്ത് ആ വക പരിപ്പൊന്നും വേവുകയില്ല. അവർ അപ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. തീരെ ചെറുപ്പം മുതലേ എനിക്ക് നിന്നെ അറിയില്ല എന്നത് ശരിയാണ്. എന്നാലും 4-5 വർഷമായി നിന്നെ ഞാൻ കാണുന്നു. സന്തോഷിക്കുമ്പോൾ നിന്റെ മുഖം എങ്ങനെയെന്നും വിഷമിക്കുമ്പോൾ നിന്റെ മുഖം എങ്ങനെയെന്നും എനിക്ക് നന്നായി അറിയാം. ഇപ്പോൾ നീ നുണയാണ് പറഞ്ഞത്. നിനക്കെന്തോ വിഷമമുണ്ട് എന്ന കാര്യം ശരിയാണ്. പറയാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഇനി മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കിച്ചു വിവരം ആദ്യം മുതൽ അവസാനം വരെ അവരോട് രണ്ടുപേരോടും പറഞ്ഞു. കോൺവെൻറ്റുകാർ സമ്മതിച്ചില്ലെങ്കിൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ നീ പോയി വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വാടാകിച്ചു. ദീനാമ്മച്ചിയുടെ ശബ്ദം പതിവിലും കൂടുതൽ ഉയർന്നിരുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചകഴിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കേ.